നമസ്കാരം, ഞാൻ ഡോക്ടർ ജാക്ലിൻ. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് മൺസൂൺ ഡ്രിങ്കിങ് വാട്ടർ പരിചയപ്പെടാം. അതായത് നമ്മുടെ മഴക്കാലമൊക്കെ വരുമ്പോൾ നമുക്ക് വളരെ ഫലപ്രദമായിട്ട് കുടിക്കാൻ പറ്റിയ, നമ്മുടെ ആരോഗ്യം കാത്തു സൂക്ഷിക്കാൻ നമുക്ക് ഡെയിലി കുടിക്കാൻ പറ്റിയ ഡ്രിങ്കിങ് വാട്ടർ ഏതൊക്കെയാണെന്ന് പരിചയപ്പെടാം. അതിൽ തന്നെ നമ്മുടെ മെയിൻ ഒരു അതിൻ്റെ പിന്നിലുള്ള ഒരു മോട്ടീവ് എന്ന് പറഞ്ഞാൽ നമുക്ക് വാട്ടർ ബോൺ ഡിസീസസ് ഒന്നും വരരുത്. അതായത് വെള്ളത്തിൽ നിന്ന് പകരുന്ന അസുഖങ്ങൾ നമുക്ക് പിടിപെടരുത്. അതുപോലെ തന്നെ കഫക്കെട്ട് പോലത്തെ റെസ്പിറേറ്ററി അസുഖങ്ങൾ വരരുത്. ജലദോഷം ഫ്രീക്വൻ്റ്ലി വരരുത്. പനി പിടിപെടരുത്. അതുപോലെ കൊതുക്, അതുപോലെ മഴക്കാല സംബന്ധമായ ഒത്തിരി അസുഖങ്ങളുണ്ട്. ഇതൊന്നും പിടിപെടാതെ, മെയിൻലി പനി, ജലദോഷം പോലത്തെ അസുഖങ്ങൾ പിടിപെടാതെ നമുക്ക് ഇമ്മ്യൂണിറ്റി കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ മഴക്കാലത്ത് കുടിക്കാം എന്നുള്ളതാണ് ഡ്രിങ്കിങ് വാട്ടർ ആയിട്ട്. ഇത് ഞാൻ പറയുന്നത് ഒരു ഗ്ലാസ് കഴിക്കുന്നതല്ല, നമ്മൾ കുടിക്കുന്ന വെള്ളത്തിൽ നമ്മളിപ്പോൾ കരിങ്ങാലി വെള്ളമോ രാമച്ചതിന്റെ വെള്ളമോ ഒക്കെ കഴിക്കുന്ന, ജീരക വെള്ളം ഒക്കെ കഴിക്കുന്ന പോലെ തന്നെ നമുക്ക് ഡെയിലി കഴിക്കാൻ പറ്റിയ കാര്യം എന്തൊക്കെയാണെന്ന് നമുക്ക് പറയാം. ഇത് എല്ലാ ദിവസവും ഇത് തന്നെ കഴിക്കുന്നതല്ല, നിങ്ങൾക്ക് മാറി മാറി ഒരാഴ്ച ഞാൻ ആദ്യത്തെ ഡ്രിങ്ക് ആണെങ്കിൽ അടുത്ത ആഴ്ച അങ്ങനെ നമുക്ക് മാറി മാറി കഴിക്കുകയും കൂടെ ചെയ്യാം കേട്ടോ. ആദ്യത്തെ തന്നെ ജിഞ്ചർ തുളസി വാട്ടറാണ് കേട്ടോ. ഒരു 2 ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചിടുക, ഒരു 8 ഇല തുളസി ഇടുക. അത് നന്നായിട്ടൊരു, ഞാനിപ്പോൾ ഏകദേശം ഒരു 1.5-2 ലിറ്റർ വെള്ളത്തിന്റെ കണക്ക് പറയാം, ഒരു 2 പേർക്ക് കുടിക്കാനുള്ളത്. മഴക്കാലം ആകുമ്പോൾ കുറച്ചും കൂടെ വെള്ളം കുടി നമുക്ക് കുറയുമല്ലോ. അപ്പോൾ ഒരു 2 ലിറ്റർ വെള്ളത്തിൽ ഒരു 2 കഷ്ണം ഇഞ്ചിയും അതുപോലെ തന്നെ ഒരു 8 അല്ലെങ്കിൽ ഒരു 10 തുളസിയില വിലയിട്ട് നമുക്ക് തിളപ്പിച്ചിട്ട് അത് നമ്മൾ ഡ്രിങ്കിങ് വാട്ടർ ആയിട്ട് വൈകുന്നേരം വരെ ഉപയോഗിക്കാം. അതുപോലെ CCF ഡ്രിങ്ക് ഉണ്ട് കേട്ടോ. നമ്മൾ പ്രധാനമായിട്ടും ആയുർവേദത്തിൽ വളരെ ഗുണപ്രദമായിട്ട് മൺസൂൺ സീസണിൽ നമ്മൾ ഡോക്ടേഴ്സ് ഒക്കെ സജസ്റ്റ് ചെയ്യുന്ന ഒരു ഡ്രിങ്ക് ആണ് CCF ഡ്രിങ്ക് എന്നാണ് നമ്മൾ അതിന്റെ ഒരു ഷോർട്ട് നെയിം ആയിട്ട് പറയുന്നത്. ക്യുമിൻ കൊറിയാണ്ടർ ഫെനൽ എന്നാണ് നമ്മൾ ഇതിന്റെ ഒരു അബ്രിവേഷൻ എന്ന് പറഞ്ഞാൽ. ജീരകം, സാദാ ജീരകം, അതുപോലെ തന്നെ മല്ലി, അതുപോലെ തന്നെ ഫെനൽ എന്ന് പറയുമ്പോൾ നമ്മൾ പെരിഞ്ജീരകം, ഇത്രയും സാധനങ്ങൾ നമ്മൾ ചതച്ചിട്ടാണ് ഇടുന്നത്. ഇത് വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റിയിൽ 2 ലിറ്റർ വെള്ളത്തിന് എല്ലാം ഒരു 1/4 ടീസ്പൂൺ വീതം ചതച്ചിടുക. ഇത് തിളപ്പിക്കുക, നമ്മൾ കുടിവെള്ളമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു വെള്ളം കുടിക്കുന്നത് കൊണ്ട് തന്നെ മഴക്കാലത്ത് നമുക്ക് വരുന്ന ഒരു ഡൈജഷന്റെ വീക്ക്നെസ്, അതുപോലെ തന്നെ ഗ്യാസ്, ബ്ലോട്ടിങ്, ഇൻഡൈജഷൻ, അങ്ങനത്തെ ഒത്തിരി കാര്യങ്ങൾ ഈ ഒരു CCF ഡ്രിങ്ക്, അതായത് കുമിൻ കൊറിയാണ്ടർ ഫെനൽ എന്ന് പറയുന്ന ആ ഡ്രിങ്ക് കൊണ്ട് നമുക്ക് കിട്ടുന്നതാണ് കേട്ടോ. അടുത്തത് മൂന്നാമതായിട്ട് വരുന്ന അയമോദക വെള്ളമാണ്. അയമോദകം കുറച്ച് ചൂടാണ്, അതുകൊണ്ട് തന്നെ തണുപ്പ് കാലത്തൊക്കെ അയമോദകം കഴിച്ച് കഴിയുമ്പോൾ നമുക്ക് ബോഡിക്ക് സ്വാഭാവികമായിട്ടും കുറച്ചൊരു ചൂടാകും. നമ്മുടെ വിശപ്പ്, ഗ്യാസ്, അതുപോലെ തന്നെ കീഴ്വായു ശല്യം, ഇവയൊക്കെ മാറാൻ വേണ്ടിയിട്ട് നമുക്ക് അയമോദക വെള്ളം ഉപയോഗിക്കാവുന്നതാണ്. അതുകൊണ്ട് അയമോദകം വളരെ കുറച്ച് ക്വാണ്ടിറ്റി ഇടാവുള്ളൂ. അയമോദകത്തിന്റെ കൂടെ വേറെ ഒരു സാധനം മിക്സ് ചെയ്ത് ഇടാനും പാടില്ല. കാരണം ഇത് ചൂടായതുകൊണ്ട് തന്നെ നമുക്ക് വേറെ സംഭവങ്ങളൊന്നും ആഡ് ചെയ്യേണ്ട. കുറച്ച് അയമോദം കിട്ടിയിട്ട് വെള്ളം നമുക്ക് തിളപ്പിച്ച് കഴിക്കാവുന്നതാണ്. നാലാമത്തത് ചുക്ക്, കുരുമുളക്, തിപ്പല്ലി വെച്ച വെള്ളം. അതിൽ തിപ്പല്ലി ഇല്ലെങ്കിൽ കുഴപ്പമില്ല, ചുക്കും കുരുമുളകും ഒരു 5 കുരുമുളകും അതുപോലെ തന്നെ ഒരു 2 കഷ്ണം ചുക്കും നമുക്ക് ചതച്ചിട്ടിട്ട് നമുക്ക് വെള്ളം കഴിക്കാവുന്നതാണ്. തിപ്പല്ലി ഉണ്ടെങ്കിൽ, ചെറു തിപ്പല്ലി ആണെങ്കിൽ 3 തിപ്പല്ലി വരെ നമുക്ക് പൊടിച്ചോ അല്ലെങ്കിൽ ചതച്ചോ ക്രഷ് ചെയ്തോ ഒക്കെ കുടിവെള്ളത്തിലിട്ട് കഴിക്കാവുന്നതാണ്. റെസ്പിറേറ്ററി രോഗങ്ങൾക്ക് നന്നായിട്ട് ഇമ്മ്യൂണിറ്റി തരുന്ന ഒരു ഡ്രിങ്കാണ് ചുക്ക്, കുരുമുളക്, തിപ്പല്ലി വെള്ളം കേട്ടോ. അടുത്തായിട്ട് നമുക്കറിയാം മഞ്ഞൾ, കുരുമുളക് വെള്ളം. മഞ്ഞൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം സ്വാഭാവികമായിട്ട് നമ്മുടെ റെസ്പിറേറ്ററി ഇമ്മ്യൂണിറ്റി അല്ലെ ടോട്ടൽ പനിയിൽ നിന്നും നമുക്ക് അസുഖങ്ങൾ വരുന്നതിൽ ടോട്ടൽ കുർക്കുമിൻ നമ്മളെ രക്ഷിക്കുന്നതാണ്. അതിന്റെ കൂടെ തന്നെ അതിന്റെ അബ്സോർഷൻ കുറച്ചും കൂടെ കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുരുമുളകും കൂടെ ആഡ് ചെയ്യുന്നത്. അപ്പൊ ഇത്രയും ഡ്രിങ്ക്സ് ആണ് മൺസൂൺ റെയിനി സീസണിൽ നമുക്ക് തീർച്ചയായിട്ടും വളരെ ഗുണപ്രദമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത്. പ്രത്യേകിച്ച് പുറത്തൊക്കെ പോകുന്ന ആൾക്കാർ, മഴയൊക്കെ കൊള്ളുന്ന, മഴച്ചാറിലടിക്കുന്ന ആൾക്കാർ, തണുപ്പടിക്കുന്ന ആൾക്കാർ, എല്ലാവർക്കും, വയോജനങ്ങൾക്കും കുട്ടികൾക്കും ഒക്കെ ഈ ഒരു വെള്ളം നമുക്ക് കൊടുക്കാം. മഴക്കാലത്ത് കംപ്ലീറ്റ് ഇമ്മ്യൂണിറ്റി നമുക്ക് കിട്ടുന്നതാണ്. നിങ്ങൾ ഒന്ന് പരീക്ഷിച്ച് നോക്കിയോളൂ. ഈ മഴക്കാലത്ത് ഓരോ വെള്ളം മാറി മാറി കഴിച്ചു നിങ്ങൾക്ക് കഴിഞ്ഞ മഴക്കാലത്ത് വരുന്ന അത്രയും അസുഖങ്ങളൊന്നും വരില്ല എന്ന് ഉറപ്പ് തരാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് കേട്ടോ. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. നന്ദി.